നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു രാജ്യം കൂടെ രംഗത്തേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം ഇനി എന്ന് അവസാനിക്കുമെന്നുള്ള ചോദ്യം ഇതോടെ കൂടുതൽ നീണ്ടുപോവുകയാണ്. പലസ്തീനിൽ ആക്രമണം തുടരുന്നത് കണ്ടു നിൽക്കാനാകില്ലെന്നും ഇസ്രായേലിൽ കയറി ഇടപെടുമെന്ന മുന്നറിയിപ്പുമായി രംഗത്ത് വരുന്നത് ഇപ്പോൾ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാനാണ്. ലിബിയയിലും നഗോർണോ കറാബാക്കിലും ഇടപെട്ട ചരിത്രം ഇസ്രായേലും ആവർത്തിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഉണ്ടാവുക എന്ന് ഉർദുഗാൻ വ്യക്തമാക്കിയിട്ടില്ല. ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ഭീകരാക്രമണത്തെ രൂക്ഷമായാണ് ഉർദുഗാൻ വിമർശിച്ചത്. തുർക്കിയുടെ പ്രതിരോധ മേഖലയെ പ്രശംസിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിനിടയിലാണ് ഉർദുഗാൻ ഇസ്രായേലിലെ മുന്നറിയിപ്പുമായി വന്നത്. പലസ്തീനോട് ചെയ്യുന്ന അതിക്രമങ്ങൾ ഇസ്രായേൽ ഇനി ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശക്തരായിരിക്കണം. കറാബാക്കിലും ലിബിയയിലും നമ്മൾ ഇടപെട്ടതുപോലെ ഇസ്രായേലിലും ഇടപെടേണ്ടി വരും. നമ്മൾക്കത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല. ഭരണകക്ഷിയായ AK പാർട്ടി യോഗത്തിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു പരാമർശം. ഗാസയിലെ കൂട്ടക്കൊലകളുടെ മുഖ്യശില്പിയായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ആതിഥേയത്വമൊരുക്കിയ US-നെതിരെ രൂക്ഷ വിമർശനവുമായി ഉർദുഗാൻ രംഗത്തു വന്നു. 40,000 നിരപരാധികളുടെ കൊലയാളിക്കാണ് അവർ പരവതാനി വിരിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു. ജൂതവംശഹത്യ നടത്തിയ ജർമ്മൻ സ്വച്ഛാധിപതി അഡോൾഫ് ഹിറ്റ്ലറുടെ അന്ത്യം നെതന്യാഹുവിനെ തുർക്കി ഓർമ്മിപ്പിച്ചത്. ഫാസിസ്റ്റ് ഭീകരതയുടെ ഏറ്റവും ക്രൂരമായ മുഖമായിരുന്നു ഹിറ്റ്ലർ. ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വംശഹത്യ നടത്തിയ നാസികളുടേതിന് സമാനമാകും പലസ്തീനുകളെ കൊന്നൊടുക്കുന്നവരുടെ അവസ്ഥ. മനുഷ്യത്വം എന്നും പലസ്തീനുകൾക്കൊപ്പം നിൽക്കും. നിങ്ങൾക്കൊരിക്കലും പലസ്തീനുകളെ നശിപ്പിക്കാനും അതിൽ ജയിക്കാനും കഴിയില്ലെന്നും തുർക്കി പറഞ്ഞു. നേരത്തെ പലസ്തീനിൽ ആക്രമണം തുടരുന്നത് കണ്ടു നിൽക്കാനാകില്ലെന്നും ഇസ്രായേൽ കയറി ഇടപെടുമെന്ന മുന്നറിയിപ്പ് നൽകി ഉർദുഗാൻ ഇസ്രായേലിനെ കടന്നാക്രമിക്കുകയും ചെയ്തിരുന്നു. ലിബിയയിലും നഗോർണോ കറാബാക്കിലും ഇടപെട്ട ചരിത്രം തന്നെ വീണ്ടും ഇസ്രായേലിൽ ആവർത്തിക്കേണ്ടി വരുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഉർദുഗാൻ നൽകിയത്. എന്നാൽ എങ്ങനെയായിരിക്കും യുദ്ധം, ഏത് തരത്തിലായിരിക്കും ഇസ്രായേൽ കയറി അടിക്കുക എന്നുള്ള യാതൊരു സൂചനയും വ്യക്തമാക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് തുർക്കി പ്രസിഡന്റ് ഇത്രയും കടുത്ത ഭാഷയിൽ ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണത്തെ അദ്ദേഹം നേരത്തെ അപലപിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിലേക്ക് കടന്നു കയറുമെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. ഉർദുഗാന് കടുത്ത ഭാഷയിൽ മറുപടി നൽകി ഇസ്രായേലും പിന്നാലെ തന്നെ രംഗത്ത് വന്നു. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം അടിമുടി മാറുമെന്നാണ് സൂചനകൾ. യൂറോപ്യൻ അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോയിലെ രണ്ടാം കക്ഷിയാണ് തുർക്കി. അമേരിക്കയുടെ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യം കൂടിയാണിത്. അതേസമയം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ വലിയ സൈനിക ശക്തി കൂടിയാണ് തുർക്കി എന്നതും എടുത്തു പറയണം. ഈ സാഹചര്യത്തിലാണ് തുർക്കിയുടെ പ്രതികരണം അന്തർദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകുന്നത്. തുർക്കി ഭരണകക്ഷിയായ AK പാർട്ടിയുടെ യോഗത്തിൽ സംസാരിക്കവെയാണ് ഉർദുഗാൻ ഇസ്രായേലിനെതിരെ ഭീഷണി മുഴക്കിയത്. പലസ്തീനിൽ ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരതകൾ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും കടുത്ത തിരിച്ചടി ഇസ്രായേലിൽ കയറി ചെയ്യുമെന്നാണ് ഉർദുഗാൻ മുന്നറിയിപ്പ് നൽകിയത്. ഇനിയും മടിച്ചു നിൽക്കാൻ യാതൊരു കാരണങ്ങളുമില്ല. നാം കൂടുതൽ കരുത്തരാകണമെന്നും ഉർദുഗാൻ പറഞ്ഞു. മുഅമ്മർ ഗദാഫിയെ വധിച്ച ശേഷം ലിബിയയിൽ നിലവിൽ വന്ന സർക്കാരിനെ UN പിന്തുണച്ചിരുന്നു. സർക്കാരിനെ പിന്തുണച്ച് തുർക്കി സൈന്യത്തെ അയക്കുകയും ചെയ്തു. 2020 ഈ സംഭവമാണ് ഉർദുഗാൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. അസർബൈജാൻ സൈന്യം നഗോർണോ കറാബക്കിൽ സൈനിക നീക്കം നടത്തിയപ്പോൾ തുർക്കി സൈന്യം പിന്തുണ നൽകിയിരുന്നു. നേരിട്ട് സൈന്യത്തെ അയച്ചില്ലെങ്കിലും പരിശീലനം ഉൾപ്പെടെ നൽകിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ഉർദുഗാനെ ചുട്ട മറുപടിയുമായിട്ടായിരുന്നു ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കറ്റ്സ് രംഗത്ത് വന്നത്. ഇറാഖിലെ സദാം ഹുസൈന്റെ അവസ്ഥ ഉർദുഗാനും വരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എങ്ങനെയായിരുന്നു സദാമിന്റെ അന്ത്യമെന്ന് ഓർത്താൽ നന്നെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. 2003 അമേരിക്കയും സഖ്യകക്ഷികളും ഇറാഖിൽ അധിനിവേശം നടത്തി സദാമിനെ തടവിലാക്കി വിചാരണയ്ക്ക് ശേഷം തൂക്കിലേറ്റുകയായിരുന്നു. അതിനിടെ സിറിയ ഇസ്രായേൽ അതിർത്തിയിലെ ഗുലാൻ കുന്നുകളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ 12 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നിൽ ലബനാനിലെ ഹിസ്ബുള്ളയാണെന്ന് ഇസ്രായേൽ ആരോപിച്ചു. ഇക്കാര്യം ഹിസ്ബുള്ള നിഷേധിച്ചു. ലബനാനിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ലബനാനിലേക്കുള്ള പൗരന്മാരുടെ യാത്ര നിരോധിച്ചും വിമാന സർവീസ് മാറ്റിവെച്ചും മിക്ക രാജ്യങ്ങളും ജാഗ്രത പാലിക്കുകയാണ്. ഗാസയിൽ അതേസമയം ആക്രമണം നടത്തിക്കൊണ്ട് ഇസ്രായേൽ മുന്നേറുകയാണ്. ബുറൈജ് നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ അഭയം പ്രാപിച്ച വീടും നാടും നഷ്ടമായ 30,000-ഓളം പേരോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യത്തിന്റെ ഉത്തരവ് വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെ മേഖലയിൽ വ്യാപക വ്യോമാക്രമണ പരമ്പര സൈന്യം നടത്തിയതായി പലസ്തീൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഒഴിപ്പിക്കൽ ഉത്തരവിട്ടതിന് മണിക്കൂറുകൾക്കകം ഇസ്രായേൽ ജെറ്റ് വിമാനങ്ങൾ 2 ക്യാമ്പുകളിലും ബോംബിട്ടു.
നുസൈറത്തിൽ നിരവധി വീടുകൾ കത്തിച്ചതായും വഫ വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തു. ഇവിടെ താമസിച്ചിരുന്നവർ കാൽനടയായി പലായനം ചെയ്യുകയാണെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഗാസയിൽ 86% സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങളെ ഇസ്രായേൽ കുടിയിറക്കിയതായി UNRWA മേധാവി ഫിലിപ്പ് ലസാരിനി പറഞ്ഞു. ഗാസയിലെ മിക്കവാറും എല്ലാവരും കുടിയൊഴിപ്പിക്കൽ ഇരയായിട്ടുണ്ട്. 9 മാസം മുൻപ് യുദ്ധം ആരംഭിച്ച ശേഷം പലരും ശരാശരി മാസത്തിൽ ഒരിക്കൽ പലായനം ചെയ്യാൻ നിർബന്ധിതരായെന്നും ലസാരിനി എക്സിൽ പറഞ്ഞു. ഒരു വശത്ത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കവേ തന്നെയാണ് ആക്രമണവും ഉണ്ടായിരിക്കുന്നത്. ഗാസ യുദ്ധം തുടങ്ങി 10 മാസമായിട്ടും ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ സൈനികരടക്കമുള്ളവരെ മോചിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇറ്റലിയിൽ വെച്ച് മധ്യസ്ഥരുമായി ഇസ്രായേൽ ചർച്ച നടത്തിയിരുന്നു. ബന്ദിമോചനവും വെടിനിർത്തലും അടക്കമുള്ള കാര്യങ്ങളാണ് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയയുടെ നേതൃത്വത്തിൽ റോമിൽ നടന്ന ചർച്ചയിലും വിഷയമായത്.